ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളെ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠവലി ഓണം എക്സാമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് 4 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് ആദ്യത്തെ യൂണിറ്റിലെ 3 പാഠഭാഗങ്ങളാണ് ഇപ്രാവശ്യം എക്സാമിനുള്ളത്. ഗ്രാമശ്രീകൾ, കുമ്മാട്ടി, വിത്ത് എന്ന മഹാത്ഭുതം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാമശ്രീകൾ എന്ന പാഠഭാഗം ആദ്യം നോക്കാം. ഗ്രാമശ്രീകൾ എന്ന പാഠഭാഗം രചിച്ചിരിക്കുന്നത് കടത്തനാട്ട് മാധവി അമ്മയാണ്. ആരാണ്? കടത്തനാട്ട് മാധവി അമ്മ. അപ്പോൾ നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. നാണിച്ചു പോകുന്നു നീളം കുട ചൂടി ഞാനീ വരമ്പിൽ കൊതുമ്പി നിൽക്കെ ഏതൊരു വിശ്വവിദ്യാലയത്തിലെൻ സഹോദരിമാരെ പഠിച്ചു നിങ്ങൾ. അപ്പം നീളം കുടയും ചൂടി പാടവരമ്പത്ത് വക്കത്ത് നിൽക്കുന്ന കവയത്രിക്ക് പാടത്ത് പണിയുന്ന കർഷകരെ തൊഴിലാളികളെ കാണുമ്പോൾ സ്വന്തം നാണക്കേട് തോന്നുകയാണ്. തന്നെപ്പോലെയുള്ള സ്ത്രീകൾ എന്താണ് ചെളിയിൽ പണിയെടുക്കുമ്പോൾ ഞാൻ മാത്രം വലിയ സമ്പന്നയുടെ മട്ടിൽ വരമ്പിൽ നിൽക്കുന്ന ആലോചിച്ച് അവർക്ക് ലജ്ജ തോന്നുകയാണ്. അപ്പോൾ ഏത് ലോക വിദ്യാലയത്തിനാണ് കർഷക സ്ത്രീകൾ ഇതെല്ലാം പഠിച്ചതെന്നാണ് കവി ചോദിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ലോകം എന്ന് പറയുന്നത് ഒരു വിദ്യാലയമാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് നിന്നാണ്, നമ്മൾ ലോകത്തെ അനുഭവങ്ങളിൽ നിന്നാണ് യഥാർത്ഥമായ അറിവ് നാം നേടുന്നത്. അപ്പോൾ വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യഥാർത്ഥമായ അറിവ് നാം നേടുന്നത് ലോകത്തിലെ അനുഭവങ്ങളിലാണ്. പാഠപുസ്തകത്തിലെ അനുഭവങ്ങളേക്കാൾ നമുക്ക് പ്രകൃതിയാവുന്ന വിദ്യാലയം നൽകുന്ന അറിവാണ് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാഠഭാഗം നോക്കാം. കൈവശമാക്കുവാൻ ഈ കലാവൈഭവം അതായത് ഈ ലോക വിശ്വവിദ്യാലയത്തിൽ കർഷക സ്ത്രീകൾ പഠിച്ചതാണ്. ഈ കലയുടെ വൈഭവം കൈവശമാക്കാൻ ഏത് അധ്യാപകനാണ് സഹായിച്ചത് എന്നാണ് ചോദിക്കുന്നത്. കൈവശമാക്കുവാൻ ഈ കലാവൈഭവം ഏതൊരു അധ്യാപകൻ കൂട്ടുനിന്നോ? കഞ്ഞി നെൽക്കണ്ടം ഉഴുതുമറിക്കുന്നു മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു. അപ്പോൾ ആദ്യം കഞ്ഞി നെൽക്കണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നെല്ല് ഇളക്കുന്ന ആ പാടത്തിനെയാണ് കഞ്ഞി നെൽക്കണ്ടം. അവർ ഉഴുതുമറിക്കുകയാണ്. കർഷക സ്ത്രീകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉഴുതുമറിക്കുമ്പോൾ എന്താണ്? മണ്ണിൻ്റെ പുതുമണം, അതായത് മഴ പെയ്യുമ്പോൾ ഒക്കെ ഒരു മണം ഉണ്ടാവുമല്ലോ, മണ്ണിൻ്റെ മണം, അത് എവിടെയും കാണുകയാണ്. മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു. ഉണ്ണിക്കതിരോൻ്റെ മുൻ പൊൻ നുകപ്പാടേറ്റ് വിണ്ണിൽ വിളിപ്പാടും ചൊന്നിതില്ല. അപ്പോൾ ഉണ്ണിക്കതിരോൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉദയസൂര്യൻ. ഉണ്ണിക്കതിരോൻ എന്നാൽ എന്താണെന്നൊക്കെ വൺ വേർഡ് ചോദിക്കാം. അപ്പോൾ ഉണ്ണിക്കതിരോൻ എന്ന് പറയുന്നത് എന്താണ്? ഉദയസൂര്യനാണ്. ഉണ്ണിക്കതിരോൻ്റെ പൊൻനുക പാടേറ്റു വിണ്ണിൽ വെളിപ്പാടും പൊന്നിതല്ലോ. അപ്പോൾ ഉദയസൂര്യൻ്റെ കിരണങ്ങളാകുന്ന നുകപ്പാടേറ്റ് ആകാശത്തിൻ്റെ വെളിപ്പാടകലത്തോളം ചുവന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാന അന്യോന്യം ചൊല്ലി വിളിക്കയായി വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു ചെന്നിക്കൽ കെട്ടി ചെരിച്ചു നിർത്തിയ ചെമ്മേലും കൂന്തള ബന്ധങ്ങളിൽ. അപ്പോൾ അയൽപ്പക്കത്തുള്ള സ്ത്രീകൾ രാവിലെ എണീറ്റ് പരസ്പരം വിളിക്കുകയാണ്. അപ്പോൾ വേലി പടർപ്പിലെ പച്ചിലകൾക്കിടയിൽ നിന്ന് ഓലക്കിളികൾ ചിലയ്ക്കുകയാണ്. ആ സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? ചെന്നിൽ കെട്ടി ചെരിച്ചു നിർത്തിയ ചെമ്മേലും കൂന്തള ബന്ധങ്ങൾ. ഇവിടെ കൂന്തൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുടി. കൂന്തൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുടിയാണ്. അപ്പോൾ മുടിയൊക്കെ അവർ ഇങ്ങനെ തിരുകി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയൽപക്കത്തിലുള്ള സ്ത്രീകൾ വിളിച്ച് അവർ രാവിലെ തന്നെ എഴുന്നേറ്റ് പോവുകയാണ്. തുമ്മാൻ ചെരുതി പൂടത്തുമ്പുകളൊന്ന് മേലാക്കം കയറ്റി കുത്തി. അപ്പോൾ മുറുക്കാൻ, തുമ്മാൻ ചെരുതി എന്ന് പറഞ്ഞാൽ മുറുക്കാൻ അവർ കരുതി തിരുകിയ വസ്ത്രങ്ങളുടെ തുമ്പ് മുകളിലേക്ക് ഉയർത്തി കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പണി ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ വസ്ത്രത്തിൻ്റെ തുമ്പ് മുകളിലേക്ക് ഉയർത്തി കുത്തി വെച്ചിരിക്കുകയാണ്. വരമ്പത്തെ ചെളിയിൽ അവരുടെ കാൽപാദങ്ങൾ എന്താണ്? താമരപ്പൂ വിടർത്തി. അതായത് ചെളിയിൽ നമ്മുടെ കാലിൻ്റെ പാദങ്ങൾ താന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? താമരപ്പൂ ഇതൾ എന്നാണ് കവി അതിനെ ഉപമിക്കുന്നത്. മരത്താർ വിടർത്തി എന്നാണ് പറയുന്നത്. മന്ദമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറി. അപ്പോൾ പതുക്കെ ദിക്കുകളെല്ലാം ഉണർന്നു. അതൊക്കെ പതുക്കെ പ്രഭാതമാകണം. അവർ അതിനു മുമ്പേ തന്നെ പാടത്ത് പണിയെടുക്കാൻ പോയിട്ടുണ്ട്. മഞ്ഞു പെയ്യുന്നത് പോലെ ചെറിയൊരു മഴ ചാറി. പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളത്ത് ദൂരമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു. എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ.
കിളി കൂട്ടുമൻ ചാലിക്കൂടി പൊക്കിള പൊന്തും വയൽ ചെടിയിൽ മന്ദമിറങ്ങി നിരങ്ങുന്നു നിലം കൊണ്ട് പെണ്ണുങ്ങൾ മണ്ണിനരുമ മക്കൾ. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് താമരത്താറ്, അതായത് അവരുടെ കാലുകളെ താമരയോടാണ് ഉപമിച്ചിരിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ വേറൊന്ന് സുന്ദരാലേഖ്യം നീ കേരളമേ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോഗഭംഗിയാണ്. അതായത് ഒരു ചിത്രകാരൻ വരച്ചു വെച്ച സുന്ദരമായ ചിത്രം പോലെ മനോഹരമാണ് കേരളത്തിൻ്റെ ദൃശ്യഭംഗി. എന്താണ്, പതുക്കെ ഉണരുന്ന ദിക്കുകൾ, നേരിയ മഞ്ഞ് പോലെ പാറുന്ന പൂമഴ, മഴയിൽ കുളിർന്ന് നനയുന്ന പച്ചിലക്കൂട്ടം, പാടം, ഇതൊക്കെ എന്താണ്, ഈ ദൃശ്യങ്ങളൊക്കെ പ്രകൃതി വരച്ച സുന്ദര ചിത്രങ്ങളായിട്ടാണ് കവിക്ക് തോന്നുന്നത്. അതിന് എന്താണ് പറയുന്നത്, കേരളത്തിൻ്റെ ദൃശ്യഭംഗിയെയാണ് സുന്ദരാലേഖ്യം നീ കേരളമേ. ആലേഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ആലേഖ്യം എന്ന് പറഞ്ഞാൽ ചിത്രമാണ്. അപ്പം കേരളം ഒരു സുന്ദരമായ ചിത്രം പോലെ മനോഹരമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠശാല. അതിൽ നിന്ന് വിട്ടുമാറി ജീവിക്കാൻ ജീവജാലങ്ങൾക്കാവില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിൽ നിന്നാണ് എല്ലാ അറിവുകളും മനുഷ്യനിലേക്ക് സംക്രമിക്കാൻ തുടങ്ങിയത്. ഈ അറിവാണ് മാനവരാശിയെ നാളിതുവരെ മുന്നോട്ട് നയിച്ചത്. തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ജലം, വായു, ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയെല്ലാം മനുഷ്യൻ പ്രകൃതിയിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രകൃതിയുടെ ഭാഗങ്ങളായ പർവ്വതങ്ങൾ, മലകൾ, താഴ്വരകൾ, നദികൾ, വനങ്ങൾ, ഭൂമികൾ തുടങ്ങിയവയെല്ലാം ഓരോരോ ജൈവ ഘടകങ്ങളാണ്. ഇവയോടെല്ലാം പല വിധത്തിൽ പ്രതികരിക്കുന്നതിലൂടെയാണ് മനുഷ്യനിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ രൂപപ്പെട്ടു വരുന്നത്. ഈ അറിവുകളുടെ ആകെത്തുകയാണ് മനുഷ്യൻ്റെ മനോഭാവങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കവി വിശ്വവിദ്യാലയം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, പ്രഭാതത്തെ കവി എങ്ങനെയെല്ലാമാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഉണ്ണിക്കതിരോൻ എന്ന് പറഞ്ഞാൽ ബാലസൂര്യൻ. സൂര്യൻ്റെ രശ്മികളാകുന്ന പൊന്നുക പാടേറ്റു വിണ്ണിൻ്റെ വെളിപ്പാടു സ്ഥലങ്ങൾ ചുവന്നു കഴിഞ്ഞു. പ്രഭാതത്തിൽ തൊട്ടടുത്തായി കാണുന്ന ആകാശം ബാലസൂര്യൻ്റെ പ്രകാശത്തിൽ ചുവന്നു തൊടുത്തു. വേലിപടർപ്പിലെ പച്ചില ചാത്തുകളിൽ ഓലഞ്ഞാലി കിളികൾ കൂവിയാർത്തു. പ്രഭാതത്തിൽ ദിക്കുകൾ ഉണർന്നു. നേരിയ മഞ്ഞ് എവിടെയും മൂടി നിന്നു. പച്ചിലക്കൂട്ടവും പാടവും പാടത്തിൻകരയിലെ വീടും ചക്രവാളം വരെ എല്ലായിടവും ഒന്ന് കുളിർന്നു നനത്ത പ്രഭാതം വന്നു. ഇങ്ങനെയാണ് പ്രഭാതത്തെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, കർഷക സ്ത്രീകളെ ഗ്രാമസ്ത്രീകൾ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്. ഗ്രാമസ്ത്രീകൾ എന്ന പ്രശസ്തമായ കവി കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനത്തെയാണ് ആദരിക്കുന്നത്. സ്ത്രീകളുടെ അധ്വാനത്തെയാണ് ഇവിടെ ആദരിക്കുന്നത്. അവരെ ഗ്രാമസ്ത്രീകളായി വാഴ്ത്തുന്നു. വയലേലകളിൽ പ്രഭാതം മുതൽ ഞാറു നടുന്ന ഗ്രാമസ്ത്രീകൾ കേരളത്തെ മനോഹരമായ ഒരു ചിത്രമാക്കുകയാണ്. അവ വെറുപ്പാൻ കാലത്ത് തന്നെ നിരനിരയായി പൂട്ടിയൊരുക്കിയ ചെളിവയലിലെത്തുന്നു. നിരന്ന് നിന്ന് കിണഞ്ഞ് പരിശ്രമിച്ച് ഞാറു നടുന്നു. അവരുടെ മുമ്പിൽ കവയിത്രി പോലും കൈകൂപ്പുന്നു. അതുകൊണ്ടാണ് അവരെ ഗ്രാമസ്ത്രീകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് ചോദ്യം, അടുത്ത ചോദ്യമാണ്, സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട്. ഒരു ചിത്രകാരൻ വരച്ചു വെച്ച് സുന്ദരമായ ചിത്രം പോലെ മനോഹരമാണ് കേരളത്തിൻ്റെ ദൃശ്യഭംഗി എന്നാണ് കവി പറയുന്നത്. അസാമാന്യ പ്രകൃതി സൗന്ദര്യം നിറയുന്ന നിരവധി ഗ്രാമങ്ങളുള്ള നാടാണ് കേരളം. പച്ചില ചാർത്തുകളും അതിൽ പറ്റിയിരിക്കുന്ന ഓലഞ്ഞാലി കിളികൾ, മഞ്ഞിൻ്റെ വെണ്മ കലർന്ന നിറം, മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ചെറുകിട, ഇതെല്ലാം കവിക്ക് ഒരു ചിത്രം പോലെയാണ് തോന്നുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്, താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉറുവിയെ പുഷ്പിക്കും കലപ്പോൾ നമുക്കത്ര നിർവിധികരം സർഗവ്യാപാരമുണ്ട് മഞ്ഞൾ വൈലോപ്പിള്ളി. ഈ വരിയുടെ ആശയവും ഗ്രാമസ്ത്രീകൾ എന്ന കവിതയുടെ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഉറുവി എന്ന് പറഞ്ഞാൽ എന്താണ്, ഉറുവി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിയാണ്. ഉറുവിയെ പുഷ്പിക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയെ പുഷ്പിക്കും, അതായത് ഭൂമിയെ പൂവണിയിക്കുന്ന പോലെ മഹത്തായ ഒരു കല വേറെ ഇല്ല എന്നാണ് വൈലോപ്പിള്ളി പറയുന്നത്. അപ്പോൾ ആ കവിതയുടെ ആശയം നമ്മുടെ ഗ്രാമസ്ത്രീകൾ എന്ന കവിതയുടെ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഭൂമിയെ പൂവണിയിക്കുന്നത് പോലെ, ഉറുവിയെ പുഷ്പിക്കും കല പോലെ, ഭൂമിയെ പൂവണിയിക്കുന്നത് പോലെ മഹത്തായ ഉള്ള കലാസൃഷ്ടി വേറെയില്ല. അതിനേക്കാൾ വലിയ സന്തോഷം അല്ലെങ്കിൽ കല ഭൂമിയിലുണ്ടോ എന്ന് വൈലോപ്പിള്ളി ചോദിക്കുന്നു. ഏതൊരു കലകളെക്കാളും നിർവൃതി നൽകുന്നതാണ് കൃഷി. കല എന്നത് ഒരു പുതിയ സൃഷ്ടിയാണ്, അതിന് ജീവനില്ല. എങ്കിൽ ജീവനുള്ളവ പുതിയവ ഉണ്ടാക്കുന്നതാണ് കൃഷി എന്ന കല. ഭൂമിയിലെ ഏറ്റവും വലിയ സർഗവ്യാപാരമാണ് കൃഷി. അതേ ആശയം തന്നെയാണ് കടത്തനാട്ട് മാധവി അമ്മയും ഗ്രാമസ്ത്രീകൾ എന്ന കവിതയിൽ പറയുന്നത്. വയൽ ചളിയിലേക്ക് പതുക്കെ ഇറങ്ങി വരുന്ന പെണ്ണുങ്ങൾ മണ്ണിൻ്റെ അരുമ മക്കളാണെന്ന് കവി പറയുന്നു. കർഷക സ്ത്രീകളുടെ കൈകൾ ഞാറിലേക്കും കാലുകൾ ചെളിയിലേക്കും കുതിച്ചു കൊണ്ടിരിക്കുന്നു.
മനോഹരമായ ഈ കലാസൃഷ്ടിക്ക് മുന്നിൽ എപ്പോഴും എഴുതാനുള്ള പേന പിടിച്ച് മരവിച്ച തൻ്റെ കരങ്ങളോടും ഭക്തിയോടെ തൊഴുതു നിൽക്കാനാണ് കവി പറയുന്നത്. ചെളിക്കുണ്ടിൽ താഴുന്ന അവരുടെ വിരലുകൾ നാടിൻ്റെ നന്മകളാണ് നെയ്തെടുക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ താരതമ്യക്കുറിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടിൻ്റെ ആശയങ്ങൾ താരതമ്യം ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ടും കൃഷിയുടെ പ്രാധാന്യമാണ് ഇരു കവികളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം നോക്കാം. എന്താണ്? ആസ്വാദനക്കുറിപ്പാണ്. കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ആരാണ് എഴുതിയത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. കേരളക്കരയിലെ ഗ്രാമഭംഗിയും ഗ്രാമ സൗഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് കടത്തനാട്ട് മാധവി അമ്മയുടെ ഗ്രാമശ്രീകൾ. കർഷക സ്ത്രീകളാവുന്ന ഗ്രാമശ്രീകളുടെ കൈകൾ ചെളിയിൽ പണിയുന്നതും ഞാറ് നടുന്നതും കാവ്യാത്മകമായി ഒഴുക്കോടെ പ്രതിപാദിക്കുന്ന ഈ കവിത കൃഷിയുടെ മഹത്വം ഉയർത്തി കാണിക്കുന്നു. അതോടൊപ്പം കൃഷി ഒരു കലാസൃഷ്ടിയാണെന്ന സന്ദേശവും നൽകുന്നു. കേരളത്തിൻ്റെ ഗ്രാമ തേജസ്സുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് പ്രകൃതിയും മനുഷ്യനും ഗ്രാമജീവിതവും സാധാരണക്കാരുടെ അനുഭവങ്ങളും ജീവിത പ്രശ്നങ്ങളും പ്രമേയമാക്കി കടത്തനാട്ട് മാധവി രചിച്ച ഗ്രാമശ്രീകൾ എന്ന കവിതാ സമാഹാരം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഗ്രാമ സൗന്ദര്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും കവിക്ക് മതിയാവില്ല. ഗ്രാമശ്രീകൾ എന്ന പ്രശസ്തമായ കവിതയിൽ കവി കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനത്തെ ആദരിക്കുന്നു. അവരെ ഗ്രാമശ്രീകളായി വാഴ്ത്തുന്നു. കർഷക തൊഴിലാളികളായ ഇവരുടെ കൃഷി എന്ന കലാസൃഷ്ടിക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്നു. മാധവിയമ്മയുടെ കവിതകളിൽ പ്രധാനപ്പെട്ടതും പ്രസിദ്ധമായതുമാണ് ഗ്രാമശ്രീകൾ. കന്നി നെൽക്കണ്ടും ഉഴുതുമറിക്കുന്ന കർഷക തൊഴിലാളികളെ പ്രകീർത്തിക്കുന്നതാണ് ഈ കവിത. തന്നെപ്പോലെയുള്ള സ്ത്രീകൾ ചുട്ടുപൊള്ളുന്ന വെയിലിൽ കവടക്കൻ പാട്ടുകൾ പാടിക്കൊണ്ട് പണിയെടുക്കുകയാണ്. പിരിയോലക്കുട പോലും ചൂടാതെ കനൽ വാരിയെറിയുന്ന സൂര്യൻ്റെ കീഴിൽ നടുവളച്ചു നിന്ന് ജന്മനാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്ന കാഴ്ചയാണ് കവിയത്രി കാണുന്നത്. ഉന്നത കുലജാതിയായ താൻ കുലമഹിമയ്ക്കൊത്ത നീളം കുടയും ചൂടി വയൽവരമ്പിൽ അകലെ ഓരത്ത് നിൽക്കുകയാണ്. വെയിലേറ്റ് നിൽക്കുന്ന കർഷക സ്ത്രീകളിൽ നിന്നും വിഭിന്നമായി ധനാഢ്യതയുടെ കേമത്വത്തിൽ വെയിലേൽക്കാതെ നിൽക്കുന്ന കവയത്രി സ്വയം നിന്ദിക്കുകയും നാണിക്കുകയും ചെയ്യുന്നു. ജാതി പെരുമയും ധനാഢ്യതയും ഒഴിച്ച് മറ്റെല്ലാ കാര്യത്തിലും തനിക്ക് സമാനമായ പാവം കർഷക സ്ത്രീകൾ ചേർക്കുണ്ടിൽ വിരലുകൾ ആഴ്ത്തി നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുമ്പോൾ താൻ മാത്രം അവരിൽ നിന്ന് വിഭിന്നമായി വരമ്പിൻ കൊതുമ്പിലേക്ക് കുടയും ചൂടി മാറി നിൽക്കുന്നതാണ് അവർ ലജ്ജിക്കുന്നതും സ്വയം നിന്ദിക്കുന്നതും. നാടിൻ്റെ നന്മകൾ വിതച്ചു കൊയ്യുന്നവരാണ് കർഷക തൊഴിലാളികൾ. സത്യത്തിൽ അവരാണ് തന്നേക്കാൾ മഹത്വമുള്ളവർ എന്ന തോന്നലാണ് കവിയത്രിക്ക് ഉണ്ടായിരുന്നത്. കർഷക തൊഴിലാളി സ്ത്രീകൾ മണ്ണിൽ അധ്വാനിക്കുന്നവരും ചേർക്കുണ്ടിൽ കാവ്യം രചിക്കുന്നവരുമാണ്. മാലിന്യം തൊട്ടു തീണ്ടാത്തവരും ഗ്രാമത്തിൻ്റെ മണ്ണും മനസ്സും അറിയുന്നവരുമായ ഗ്രാമസ്ത്രീകൾ രചിക്കുന്നതല്ലേ മഹാകാവ്യം. അവരുടെ മുന്നിൽ താൻ ആര്, തൻ്റെ കവിത എന്ത്, തൻ്റെ കുലിമഹിമ എന്ത്, കാല് പുതയും വരമ്പത്തെ ചെളിത്താരയിൽ താമരത്താർ വിടർത്തിക്കൊണ്ട് നടന്നു വരുന്ന ഗ്രാമസ്ത്രീകൾ നാടിൻ്റെ അഭിമാനമാണ്. നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. താഴെ കൊടുത്ത ആശയപടം അടിസ്ഥാനമാക്കി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തതാണ് കേരളീയ ഗ്രാമങ്ങളുടെ ഐശ്വര്യമായി കർഷക സ്ത്രീകളെ അവതരിപ്പിക്കുന്ന കടത്തനാട്ട് മാധവി അമ്മയുടെ മനോഹരമായ കവിതയാണ് ഗ്രാമസ്ത്രീകൾ. പാടവരമ്പിലൂടെ നടക്കുന്ന കവി കൃഷിപ്പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളെ കാണുന്നു. കർഷക സ്ത്രീകളിലൂടെ ഗ്രാമത്തിൻ്റെ ഭംഗിയും വിശുദ്ധിയും സമൃദ്ധിയും ഒക്കെ വരച്ചു കാണിക്കുന്നു. ആശയം, പ്രയോഗഭംഗി, വർണ്ണനകൾ, ഈണം, താളം, വാഗ്മയ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നു. കൃഷിപ്പണി എന്ന ശ്രേഷ്ഠമായ കലാസൃഷ്ടിക്ക് മുന്നിൽ കവി ഭക്തിപൂർവ്വം കൈകൂപ്പി നിൽക്കുന്നു. ഉണ്ണിക്കതിരാൻ്റെ പൊന്നൊക്കെ പാടേറ്റ് വീണിൽ വെളിപ്പാടും ചോന്നിതല്ലോ എന്ന വർണ്ണന കർഷകർ പാടത്ത് നിലമുഴുന്നതിനെ ഓർമ്മിപ്പിക്കുന്നു. മഞ്ഞുപോലെ പെയ്ത പൂമഴയിൽ പച്ചിലക്കൂട്ടവും മാടവുമെല്ലാം നനഞ്ഞു കുളിർന്നു എന്ന വർണ്ണനയും ഏറെ പ്രത്യേകതയുള്ളതാണ്. പ്രയോഗഭംഗങ്ങൾക്ക് നിരവധി ഉദാഹരണങ്ങൾ കവിതയിലുണ്ട്. ഉണ്ണിക്കതിരവും കൂന്തളബന്ധം, സുന്ദരാലേഖ്യം, നീലനിരാളം തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ശ്രദ്ധേയമാണ്. കവിതയുടെ ഈണവും താളവും കവി ആവിഷ്കരിക്കുന്ന ഭാവവുമായി ഇണങ്ങി നിൽക്കുന്നു. അക്ഷരങ്ങളുടെ ആവർത്തനവും കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു. പ്രകൃതി ദൃശ്യങ്ങൾ വാക്കുകൾ കൊണ്ട് കവി അതിമനോഹരമായി
വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ കടത്തനാട്ട് മാധവിയമ്മ എന്ന് നിങ്ങൾ ഹെഡിങ് എഴുതുക. 1909 ജൂൺ 15 കുറുമ്പനാട്ടിലെ ഇരിങ്ങണ്ണൂർ അംശത്തിൽ ജനിച്ചു. 1963 സമാഹരിക്കപ്പെട്ട ആദ്യ കൃതി കാലോപഹാരം പ്രസിദ്ധീകരിച്ചു. ഗ്രാമസ്ത്രീകൾ കണിക്കൊന്ന മുത്തച്ഛൻ്റെ കണ്ണുനീര് ഒരു പിടി അവില് കടത്തനാട്ട് മാധവിയമ്മയുടെ കവിതകൾ എന്ന പ്രശസ്ത കവിതാ സമാഹാരങ്ങളാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ചങ്ങമ്പുഴ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. 1999 അന്തരിച്ചു. ഇനി നമുക്ക് കുമ്മാട്ടി എന്ന പാഠഭാഗം വായിച്ചു നോക്കാം. തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പ് വിളിച്ച് വില്ലുകൊട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടി കലയാണ് ദേശകുമ്മാട്ടി. അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ്. ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ ദേശോത്സവമായി ഇത് മാറിയിരിക്കുന്നു. കിഴക്കും പാട്ടുങ്കര, കുറ്റുമുക്ക്, മരുതൂർ, എവന്നൂർ, അയ്യന്തോൾ, തിയ്യൂർ, ഊരകം എന്നിവിടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും കുമ്മാട്ടിക്കളി ഉള്ളത്. ഗ്രാമീണ വീഥികളും മുറ്റങ്ങളും അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ കലാരൂപത്തിനുള്ളത്. കർഷക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാര സങ്കല്പമാണ് ഈ വിനോദകലയ്ക്കുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആഘോഷിച്ചിരുന്ന ഒരു നാടോടി കലയാണ് കുമ്മാട്ടി. അപ്പോൾ അനുഷ്ഠാനാംശം കൊണ്ട് പ്രാദേശിക കലാരൂപമാണ്. പക്ഷേ ഇന്ന് എല്ലാവരും, പണ്ട് നായന്മാർ മാത്രമായിരുന്നു കുമ്മാട്ടി അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് ജാതി മതഭേദമന്യേ എല്ലാവരും, എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ്. ഓരോ ദേശകുമ്മാട്ടിയും ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ്മുഖങ്ങൾ ഒരുക്കുക, ചായം കൊടുക്കുക, കുമ്മാട്ടിപ്പൊലി സ്വീകരിക്കുക, വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയറ ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ കുമ്മാട്ടിയുടെ ഒരുക്കങ്ങളാണ് ഇതൊക്കെ. താൻ ഇന്ന വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കുകയാണ് പതിവ്. തള്ള, പന്നി വേഷങ്ങൾ ചിലർ ഓരോ വർഷവും സ്ഥിരമായി കെട്ടുന്നു. അപ്പോൾ അതിലെ വേഷങ്ങളുടെ പേരുകളാണ്, അതൊക്കെ ഓർമ്മിച്ച് വെക്കുക. ശരീരം മറയ്ക്കാനുള്ള ഔഷധ ഗുണമുള്ള പർപ്പടക പുല്ല് തലേ ദിവസം തന്നെ ചെറുപ്പക്കാർ സംഘമായി ചെന്ന് ശേഖരിച്ച് പ്രത്യേക രൂപത്തിൽ മെടഞ്ഞു വയ്ക്കുന്നു. പുല്ലിൻ്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല രണ്ടു ഭാഗത്തേക്കും അടുക്കി വെച്ച് കാഞ്ഞിരവള്ളി കൊണ്ടാണ് മെടയുന്നത്. ഈ അവസരങ്ങളിൽ ഓണപ്പാട്ടുകൾ പാടും. പിറ്റേ ദിവസം രാവിലെ മിക്കവാറും രഹസ്യമായ ഒരിടത്ത് വെച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നത്. വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘക്കാരുടെ മുഖാവരണവും പരസ്യമാകാതിരിക്കാനാണ്. മാറുകണക്കിന് നീളത്തിൽ മെടന പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു. കാലിലും കയ്യിലും 3 കെട്ട്, മാറിലും ചുമരിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക്. വ്യക്തിയെ അറിയാതിരിക്കാൻ തലയും മുണ്ട് കെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം ചെയ്യുന്നു. ദൈവാധീനത്തിന് വേണ്ടിയാണ് ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക. പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം. കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരം ഉടയ്ക്കുന്നു. കിഴക്കുംപാട്ടുകര കുമ്മാട്ടി സംഘം പനക്കുംപള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. ഓരോ സംഘത്തിലും 5-6 കുമ്മാട്ടികളും സംഘനേതാവായി തള്ളയും ഉണ്ടാകും. 4-5 പാട്ടുകാരും ഏകതാളത്തെ കൊട്ടുന്ന 2-3 വില്ലുകൊട്ടുകാരും ചേർത്തതാണ് ദേശകുമ്മാട്ടി. ഔപചാരികമായ അഭ്യാസക്രമങ്ങളില്ലെങ്കിലും കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ ചെറുപ്പക്കാർ കണ്ടും ചെയ്തും ശീലിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങളും വ്യാക്ഷേപങ്ങളും ആശാമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. തിത്തോ തിഴുതോ തീയത്തോ എന്ന കുമ്മാട്ടി വായ്ത്താരി പാടി കൈകൊട്ടി പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിലും കഥാസന്ദർഭത്തിനനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായാടിപ്പിക്കുന്ന പന്നി മറച്ചൽ എന്ന അഭ്യാസ സന്ദർഭങ്ങൾ അഭിനയിക്കുന്നതിനും പരിശീലനം ആവശ്യമാണ്. ഇപ്പം കുമ്മാട്ടി എന്ന പാഠഭാഗം വളരെ കുറച്ച് വേഗത്തിൽ വായിച്ചു പോയതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും. പാഠഭാഗം വായിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും 1 വേർഡ് ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരള ഫോക്ലോർ CR രാജഗോപാലനാണ് ഇത് രചിച്ചിരിക്കുന്നത്. അപ്പോൾ കുമ്മാട്ടിക്കളി എന്താണ്, കുമ്മാട്ടിക്കളിയുടെ സവിശേഷതകൾ എന്താണ്, കുമ്മാട്ടിക്കളിയുടെ ആഘോഷ രീതി എങ്ങനെയൊക്കെയാണ്, കുമ്മാട്ടിക്കളി എന്താണ് എന്നൊക്കെ നമ്മൾ ഇപ്പോൾ വായിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം അറിയാം. അടുത്തത് വിത്തെന്ന മഹാത്ഭുതമാണ്. അത് രചിച്ചത് ആരാന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. ഓരോ കൊയ്ത്തും ഉത്സവമാണ്. അടുത്ത വിത്തിറക്കത്തിലുള്ള ഇടവേളയാണ്. ഓരോ വിത്തും അത്രമേൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന പുതിയ പ്രഭാതമാണ്. നാളത്തെ പ്രഭാതത്തിനായി കാത്തിരിക്കാതെ വിത്തുകളുടെ പ്രതീക്ഷയെ കെടുത്താതെ നശിച്ചുകൊണ്ടിരിക്കുന്ന വിത്തു പാരമ്പര്യത്തെ സംരക്ഷിക്കുന്ന വിത്തിൻ്റെ കാവലാളായ പത്മശ്രീ ചെറുവയൽ രാമൻ്റെ ആത്മകഥയിൽ നിന്നും എടുത്തതാണ് ഈ പാഠഭാഗം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ വിത്തിൻ്റെ രീതികളാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്നത്. നമുക്കൊന്ന്
പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രസംഗം നടത്താം. കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത്, അതോടൊപ്പം അത് ഒരു സംസ്കാരവുമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കഴിയുന്നു. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗം നടത്താനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു അഭിസംബോധന വേണം. ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപിക, വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കൃഷിയില്ലെങ്കിൽ നമുക്ക് വിശപ്പടങ്ങില്ല. നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് തന്നെ കർഷകരാണ്. ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ കയ്യിലില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ. വാങ്ങാൻ പണമുണ്ട്, പക്ഷേ ഭക്ഷണമില്ല. എത്ര കഠിനമായ അവസ്ഥയാണ്. അതേ കൂട്ടുകാരെ, പ്രകൃതി സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ കേരളത്തിൽ നിന്ന് കൃഷി അന്യം നിന്ന് പോവുകയാണ്. കർഷകർ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് എന്നതിൽ സംശയമില്ല. മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അവർ പ്രവർത്തിക്കുന്നു. ആവശ്യമായ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും വിപണിയിൽ ലഭ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് വാങ്ങാൻ കഴിയൂ. അല്ലാത്ത പക്ഷം ജനങ്ങൾ ഭയാനകമായ ക്ഷാമം നേരിടുകയും പട്ടിണി മൂലം മരിക്കുകയും ചെയ്യും. ഒരു രാജ്യം വികസിക്കുന്നതിനും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നതിനും പ്രധാന കാരണം കർഷകരാണ്. നാട്ടിൽ കർഷകർ ഇല്ലെങ്കിൽ ആളുകൾ പട്ടിണിയിലാണ്. ഭക്ഷണം മാത്രമല്ല, കായികാധ്വാനത്തിലൂടെ ആരോഗ്യവും ആനന്ദവും കൃഷിയിൽ നിന്ന് അവർ അനുഭവിച്ചു. വിളവെടുപ്പ് നാടിൻ്റെ ഉത്സവം തന്നെയായിരുന്നു. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടെ കൃഷിയിലും വലിയ മാറ്റങ്ങൾ വന്നു. കാളയും കലപ്പയും ഉപയോഗിച്ച് നിലമുഴുതിരുന്ന സ്ഥാനത്ത് ഇന്ന് ട്രാക്ടറാണ് ഉപയോഗിക്കുന്നത്. ജലസേചനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചക്രങ്ങളുടെ സ്ഥാനത്ത് പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്നു. ഞാറുനടിയിലും കൊയ്ത്തുമെല്ലാം ഇന്ന് യന്ത്രത്തിൻ്റെ സഹായത്താൽ തന്നെ. ഒരു പരിധിവരെ ഈ യന്ത്ര സംവിധാനങ്ങൾ നമുക്ക് പ്രയോജനപ്രദമാണ്. പക്ഷേ ഇത് കായികാധ്വാനത്തെ കുറയ്ക്കുകയും കൃഷി എന്ന കലയുടെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. കൃഷിയെ സ്നേഹിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് കൃഷി കൂടിയേ തീരൂ എന്ന ബോധ്യമുള്ളവരായി മാറാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്. ഈ മനോഭാവമുള്ള ആളുകളുടെ എണ്ണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുള്ളത് എന്നത് ഒരാശ്വാസം തന്നെയാണ്. ആ പഴയ കൃഷി പാരമ്പര്യത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് തികച്ചും അനിവാര്യമാണ്. വരൂ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നാളെയിലെ ഒരു വലിയ മാറ്റത്തിനായി നമുക്ക് കാരണമാകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. നമുക്ക് ഈ ഒരു പാഠഭാഗത്തു നിന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ശാസ്ത്രീയത കണ്ടെത്താൻ കുറിപ്പ് തയ്യാറാക്കാം. അധികം വിളഞ്ഞ വിത്തിനാക എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. ഈ ചൊല്ലിൻ്റെ ശാസ്ത്രീയത അടുത്തുള്ള കൃഷി ഓഫീസറുമായി ചർച്ച ചെയ്യുക. കാർഷിക വൃത്തിയിലെ പാരമ്പര്യ സങ്കല്പങ്ങളും ശാസ്ത്രീയം എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കൃഷി ഓഫീസറുമായുള്ള സംഭാഷണത്തിൽ നിന്ന് വിളകൾ അമിതമായി വിളഞ്ഞാൽ വിത്തുകളിലെ ഉൽപ്പാദനക്ഷമത കുറയുമെന്ന് വിശദീകരിച്ചു. മണ്ണിൻ്റെ സ്വഭാവം, വിത്തിൻ്റെ വളർച്ച, കാലഘട്ടം എന്നിവ ഗുണമേന്മയെ ബാധിക്കുന്നു. കാരണം 100% മൂത്തുപോയ വിത്തിൻ്റെ ഗുണം കുറയും. വിത്തിന് മാത്രമല്ല, 80% മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിന് നല്ലത്. അധികം വിളഞ്ഞ വിത്തിനെ കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. ഏത് കൃഷിയായും അതങ്ങനെയാണ്. നാളികേരമോ അടയ്ക്കയോ എന്തുമായിക്കോട്ടെ, 80% മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം. ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏത് ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നത് നോക്കും. അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക. ഇത്തരം തലമുറകളിലൂടെ കൈമാറി വന്ന അറിവുകളാണ് കർഷകൻ്റെ പരിചയ സമ്പത്ത്. പാരമ്പര്യ അറിവുകളും നൂതനമായ ശാസ്ത്രീയ രീതികളും നമ്മുടെ കൃഷി രീതിയെ കൂടുതൽ ഉയരത്തിലെത്താൻ സഹായിക്കുന്നു. പിന്നെ ഒരു കൃഷി അനുഭവം നമ്മൾ പാഠഭാഗത്ത് ചർച്ച ചെയ്തതാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ നോക്കാം. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. മകരം കുംഭം മാസങ്ങളിൽ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി കുമ്മാട്ടിക്കളി അവതരിച്ചു പോരുന്നു. തികച്ചും പ്രാദേശികമായ അനുഷ്ഠാനങ്ങൾ കുറവായ ഒരു കലാരൂപമാണ് കുമ്മാട്ടിക്കളി. കുമ്മാട്ടിക്കളി എല്ലാവർക്കും പരിചിതമാണ്. ഇതുപോലെ നിങ്ങൾ കണ്ട കാർഷികോത്സവം അല്ലെങ്കിൽ നാട്ടുത്സവം എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഉത്തര കേരളത്തിൽ കോലത്ത് നാട്ടിൽ നിലനിന്നിരുന്ന ഒരു അനുഷ്ഠാന കലയാണ് കോതാമൂരിയാട്ടം അഥവാ കോതാരിയാട്ടം. കോലത്ത് ഗ്രാമങ്ങളിൽ തുലാം വൃശ്ചിക മാസങ്ങളിലായി തെയ്യം കലാകാരന്മാരായ മലയ സമുദായക്കാരാണ് ഈ നാടോടി നൃത്തകല ആടിയിരുന്നത്. ഉർവരതാനുഷ്ഠാനങ്ങളുമായി ഏറെ അടുത്ത് നിൽക്കുന്ന കോതാമൂരി ഒരു വീടോടി കലാരൂപമാണ്. ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കോതാമൂരി ആ പ്രദേശത്തെ വീടുകളിലെല്ലാം പോവുകയും അവിടെ കോതാമൂരിയാട്ടം നടത്തുകയും പതിവാണ്. ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കലയാണിത്. നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഒരു നാടൻ കലാരൂപമാണ്. ഇനി നമ്മൾ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഉർവിയെ പുഷ്പിക്കും കലപ്പോൾ നമുക്ക് അത്ര നിർവധികരം സർഗവ്യാപാരമുണ്ടോ? മഞ്ഞിൽ വൈലോപ്പള്ളി. മഞ്ജുളമി കലാസൃഷ്ടിക്ക് മുമ്പിൽ അഞ്ജലി അർപ്പിക്കുക കടത്തനാട്ട് മാധവമ്മ. ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്.
നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഉർവിയെ അഥവാ ഭൂമിയെ മണ്ണിനെ പൂവണിക്കുന്നത് പോലെ മഹത്തായ ഒരു കലാസൃഷ്ടി വേറെയില്ല. അത് നമുക്ക് ആനന്ദം തരുന്നു, നിർവൃതി തരുന്നു. ഏറ്റവും വലിയ സർഗ്ഗവ്യാപാരവും അത് തന്നെയാണ്. വൈലോപ്പിള്ളിയുടെ വാക്കുകൾ പൂർണ്ണമായും ശരിയാണ്. കൃഷി കലാസൃഷ്ടിയാണ്. വിശാലമായ വയലിൽ നിരഞ്ഞു നിൽക്കുന്ന ഞാറുകൾ ദൂരെ നിന്ന് കണ്ടാൽ നീലപ്പട്ട് വിരിച്ചതുപോലെയാണ് തോന്നുക. അതുപോലെ ഞാറുകളിൽ ഇളം കാറ്റ് തഴുക്കുമ്പോൾ അവ നൃത്തമാടുന്ന ഭംഗിയാണ് കാണുന്നവർക്ക് തോന്നുക. വയലിൽ കൃഷി ചെയ്തിരിക്കുന്ന ഏതൊന്നും ദൃശ്യവിരുന്നൊഴുക്കുന്ന ഇതാണ്. വയലിൽ കൃഷി ചെയ്തിരിക്കുന്ന ഏതൊന്നും ദൃശ്യവിരുന്നൊരുക്കുന്നതാണ്. കാഴ്ചക്കാരന് ആനന്ദം നൽകുന്ന എന്തോ അതാണ് കലാസൃഷ്ടി. അങ്ങനെയെങ്കിൽ വയലും അവിടുത്തെ കൃഷിയുമെല്ലാം ശ്രേഷ്ഠ കലാസൃഷ്ടി തന്നെയാണ്. ഓക്കെ, ഇനി കവയത്രി ഗ്രാമത്തിൻ്റെ ഐശ്വര്യ ദേവതകൾ എന്ന് വിളിക്കുന്ന ആരെയാണ്? വയലിൽ നാറ് നടുന്ന സ്ത്രീകളെയാണ് ദേവതകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ചോദ്യാവലി തയ്യാറാക്കാനാണ്. അത് നമ്മൾ നേരത്തെ പാഠഭാഗത്ത് പഠിച്ചതാണ്. താങ്കൾ എങ്ങനെയാണ് കൃഷിയിൽ ആരംഭിച്ചത്? ഈ കരിയർ തുടങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിച്ചെന്താണ്? ഒരു കർഷകൻ എന്ന നിലയിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സമീപ വർഷങ്ങൾ നിങ്ങൾ കൃഷി ചെയ്യുന്ന രീതിയെ സാങ്കേതിക വിദ്യ എങ്ങനെ മാറ്റിമറിച്ചു? താങ്കൾ എന്ത് സുസ്ഥിര കൃഷി രീതികളാണ് ഉപയോഗിക്കുന്നത്? കാലാവസ്ഥയിലും വിപണി വിലയിലും ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? താങ്കൾ ഏത് വിളകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? താങ്കൾ അനുഭവിച്ച പ്രത്യേകിച്ച് പ്രതിഫലദായകമോ വെല്ലുവിളി നിറഞ്ഞതോ ആയ ഒരു സീസണിനെ കുറിച്ച് പറയാമോ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഓക്കെ, പ്രധാന പ്രവർത്തനം നോക്കാം. കർഷകർ വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കാനാണ്. കർഷകർ വിദ്യാഭ്യാസം നേടിയതോടെ കാർഷിക വൃത്തിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കടന്നു വന്നു എന്നാണ് കർഷകനായ ചെറുവയൽ രാമൻ അഭിപ്രായപ്പെടുന്നത്. വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. താഴെ കൊടുത്തിരിക്കുന്ന കൃഷിയുമായി ബന്ധമില്ലാത്ത ചൊല്ലിയത്: ഞാറുറച്ച ചോറുറച്ചു കയ്യാടിയാൽ വായാടു, കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാൻ പറിച്ചു നട്ടാൽ കരുത്തുകൂടും. ഓക്കെ, അപ്പോൾ കർഷകർ വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്? കർഷകർ വിദ്യാഭ്യാസം നേടിയതോടെ വിത്ത് വിതയ്ക്കുന്നതിൻ്റെയും ഞാറ് പറിച്ചു നടുന്നതിൻ്റെയും എല്ലാം കൃത്യമായ സമയം കണക്ക് കൂട്ടാനും കാർഷിക വൃത്തിയിൽ ഒരു ക്രമം കൊണ്ടുവരാനും സാധിച്ചു. വിളയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നും അതിന് പരിഹാരം കാണാനും കഴിഞ്ഞത് വിദ്യാഭ്യാസം നേടിയതുകൊണ്ടാണ്. വിത്തിടുന്ന തീയതിയും വിളവെടുക്കുന്ന രീതിയുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കാൻ തുടങ്ങിയതോടെ കൃഷിക്ക് എത്ര ദിവസം വേണമെന്ന് കണ്ടെത്താൻ കർഷകന് കഴിഞ്ഞു. ഇങ്ങനെ ഓരോ വിത്തിനങ്ങളുടെയും മൂപ്പ് കണ്ടെത്താനും കൃഷിയുടെ സമയം നിശ്ചയിക്കാനും കഴിഞ്ഞു. പലപ്പോഴായി വിത്ത് വിതച്ച് മൂപ്പെത്തുന്ന സമയം നോക്കി എല്ലാ വിത്തിനങ്ങളുടെയും കൊയ്ത്ത് ഒരുമിച്ച് കൊണ്ടുവരാൻ കർഷകർക്ക് കഴിഞ്ഞത് ഇങ്ങനെയാണ്. ഇത്തരത്തിൽ ഒരു കണക്കും ക്രമവും കൃഷിയിൽ കൊണ്ടുവന്നത് വിദ്യാഭ്യാസവും അനുഭവ പരിചയവുമാണ്. കർഷകർ തമ്മിലുണ്ടായ ആശയവിനിമയത്തിലൂടെ ഈ അറിവുകൾ കൈമാറി പോന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഒരു പ്രവർത്തനമാണ്. ഒരു കലാരൂപത്തെക്കുറിച്ചിട്ടുള്ള കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് തെയ്യം എന്ന കലാരൂപത്തെക്കുറിച്ചാണ്. നമ്മൾ നേരത്തെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. കോതാമൂരിയാട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാണോ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് നാട്ടുത്സവങ്ങൾ ജനങ്ങളുടെ ജനമൈത്രിയെ എങ്ങനെ സഹായിച്ചു? നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതാണ്? കാർഷികോത്സവം നാട്ടുത്സവവും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നത് എങ്ങനെ? അപ്പോൾ കേരളത്തിലെ എല്ലാ ഗ്രാമീണ ഉത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രിയും സമത്വത്തിൻ്റെയും വർഗരഹിത സാമൂഹ്യ സ്വഭാവത്തിൻ്റെയും പ്രതീകങ്ങളായ ഉത്സവങ്ങളാണ്. പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചതാണെങ്കിലും ഇന്ന് ജാതിമത ഭേദമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ ഉത്സവമാണ്. ഓണം, പുലിക്കളി, കുമ്മാട്ടിക്കളി തുടങ്ങിയവയെല്ലാം നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ആഘോഷങ്ങളാണ്. ജനമൈത്രിയും ഐക്യവും വിളിച്ചോതുന്ന ഇത്തരം നാട്ടുത്സവങ്ങൾ എല്ലാ അതിർവരമ്പുകളും ഇല്ലാതാക്കുകയും നാമെല്ലാം ഒന്നാണ് എന്ന ബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണെന്ന ഗ്രാമീണ നിഷ്കളങ്കതയും സാംസ്കാരിക തനിമയുമുള്ള ഇത്തരം നാടോടി കലകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് മഞ്ചളം. ഈ കലാസൃഷ്ടിക്ക് മുമ്പിൽ അർപ്പിക്കുക. കൃഷി കലാസൃഷ്ടിയാകുന്ന എങ്ങനെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനുണ്ടാകും, അതും നിങ്ങൾക്കറിയാം. പിന്നെ
ജീവചരിത്രക്കുറിപ്പ് തയ്യാറാവുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ ഹെഡിങ് കൊടുക്കണം. പിന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ അതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എഴുതുകയേ വേണ്ടൂ. പിന്നെ പ്രസംഗം നടത്താൻ ചിലപ്പോൾ ചോദ്യം വരാം. പ്രസംഗം അല്ലെങ്കിൽ കൃഷിയുടെ പ്രാധാന്യം. നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട 2 ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഗ്രാമശ്രീകൾ എന്ന പാഠവും അതേപോലെ തന്നെ വിത്തിൻ്റെ മഹാത്ഭുതം. രണ്ടും കൃഷിയുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ്. ചിലപ്പോൾ കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തിൽ പ്രസംഗം നടത്താൻ വരാം, അല്ലെങ്കിൽ ഉപന്യാസം എഴുതാം, ഒരു കുറിപ്പ് എഴുതാൻ വരാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് പ്രസംഗം ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രസംഗത്തിൻ്റെ അഭിസംബോധന ചെയ്യണം അല്ലേ? ഇനി ഉപന്യാസമാണെങ്കിൽ നിങ്ങൾ ആ വിഷയം എന്ത് ചെയ്യണം? ഹെഡിങ് പോലെ കൊടുക്കണം. ഈ ചോദ്യം നോക്കാം. പ്രസംഗമാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപിക, വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, പ്രിയ കൂട്ടുകാരെ എന്ന് പറഞ്ഞാൽ ഒരു അഭിസംബോധന വേണം. ഇനി ഇതേ വിഷയത്തിൽ തന്നെയാണ് ഉപന്യാസം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആ ഉപന്യാസം എഴുതാൻ കൃഷിയുടെ പ്രാധാന്യം എന്ന ആ തലക്കെട്ടോടു കൂടി വേണം എഴുതാൻ. ഇന്ന് ഞാൻ പോകുന്ന വിഷയം കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കൃഷി ഇല്ലെങ്കിൽ നമുക്ക് വിശപ്പടങ്ങില്ല. നമ്മുടെ ജീവൻ നിലനിർത്തിയ തന്നെ കർഷകരാണ്. ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. ഇത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കോമൺ ആയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ അതായത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള കുറിച്ച് ഒന്ന് അറിഞ്ഞു വെക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും ദൈവ ചൈതന്യവും ഏകീഭവിക്കുന്നിടത്ത് ജീവിതം ആഹ്ലാദപൂർണ്ണമായി തീരും എന്നതാണ് ഭാരതീയ ദർശനം. പ്രകൃതിയും മനുഷ്യനുമായ അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. മനുഷ്യന് വേണ്ടതെല്ലാം പ്രകൃതിയിൽ നിന്ന് ലഭിച്ചു. മനുഷ്യൻ പ്രകൃതിയെ അമ്മയായും ദൈവമായും കണ്ട് ആരാധിക്കുകയും പ്രകൃതി വിഭവങ്ങളെ മിതമായി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി. എന്നാൽ പിന്നീട് എപ്പോഴോ മനുഷ്യൻ സ്വാർത്ഥനാവാൻ തുടങ്ങി. തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചു. പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിലൂടെ ആവാസ വ്യവസ്ഥയെ തന്നെ മനുഷ്യൻ തകിടം മറിച്ചു. സ്വാർത്ഥതയും അത്യാർത്തിയും മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കി മാറ്റുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രങ്ങളായി നമ്മുടെ വനങ്ങളും വയലുകളും മാറിയിരിക്കുന്നു. മനുഷ്യൻ്റെ ദുഷ്കൃതികൾ പ്രകൃതിയുടെ വികൃതികൾക്ക് ആക്കം കൂട്ടുന്നു എന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം, ഭൗമതാപനം, ഓസോൺ ശോഷണം, മലിനീകരണം, മരുഭൂമിവൽക്കരണം എന്നിവ ഭൂമിയുടെ മേലുള്ള മനുഷ്യൻ്റെ അമിത ഇടപെടൽ മൂലമാണെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ഏതൊരു ദുഷ്കൃത്യത്തിനും പ്രകൃതി അതിരൂക്ഷമായി തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന് മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ഏതൊരു ദുഷ്കൃത്യത്തിനും പ്രകൃതി അതിരൂക്ഷമായി തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന് മനുഷ്യചരിത്രം വിശകലനം ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല.